വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാനും അമ്മനുട്ടിയും പിന്നെ എൻ്റെ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളും കൂടിയിട്ട് ഞങ്ങളൊന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാടം ഒന്ന് കാണാൻ പോകാമെന്ന്. ഈ കാണുന്ന പാടമൊക്കെ ഞങ്ങളെ പാടം തന്നെയാണ് കേട്ടോ. അവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല, അവിടെ വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇങ്ങനെ അവിടെയൊക്കെ നടക്കുമ്പോൾ അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആൾക്ക് ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതായി കാണുന്ന കായ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ പേര്. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഒരു മുന്തിരി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മരത്തുമ്പിലൊക്കെ. പിന്നെ ഞങ്ങളങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു മരം, അതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു. അതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചേട്ടന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവർക്ക് ഇരിക്കാനാവുമായിരിക്കും. അതിനിടയ്ക്ക് അമ്മൂട്ടിയുടെ കുറേ കുഞ്ഞു കുറുമ്പുകളും ഉണ്ട്. പിന്നെ ഇതായി പാടത്ത് പണ്ട് അച്ഛൻ താമരയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ കല്യാണത്തിന് മുന്നെയാണ് അച്ഛൻ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞത്. ഇപ്പോഴൊന്നും അത് ചെയ്യാറില്ല. ഇപ്പം മഴക്കാലമായോണ്ടാട്ടാ ഇവിടെ ഫുള്ള് വെള്ളം. ഇവിടെ അല്ലെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു. മഴക്കാലം അല്ലാണ്ട് ഞാനിങ്ങനെ ഈ പാടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നല്ല രസമാട്ടാ. ഞങ്ങളൊരു ഈവനിങ് ടൈം ആയപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇവിടെ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു സമയത്താവുമ്പോൾ വെയിലൊന്നുമില്ല, ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ചേച്ചിമാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അവർ നേരം പോക്കിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വെട്ടുത്ര അതിൽ കൂടെ. അപ്പോൾ പിന്നെ അവർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു വീടുണ്ട്. ഒരു പ്രേതാലയം പോലത്തെ ഒരു ഇടിഞ്ഞ് കിടക്കുന്ന എന്തൊരു വീടാണ് കേട്ടോ. പണ്ടൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു, പ്രേത വീട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ മോൻ ട്യൂഷന് പോയ സമയത്തായിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഇനി അധികം ഇവിടെ നിന്നാൽ റെഡിയാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നടത്തൊക്കെ നിർത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം പാടം കാണലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് പോകാനായിട്ടാണ്.